ഓ യുവാക്കളെ, നമ്മൾ താടി വളർത്തേണ്ടത് ആരാ താടിയാ? നമ്മൾ മുടി വളർത്തേണ്ടത് ആരുടെ മുടി വളർത്തലാ? നമ്മൾ തലപ്പാവ് ധരിക്കേണ്ടത് ആരുടേതാണ്? വസ്ത്രം ധരിക്കേണ്ടത് ആരുടേതാണ്? നമ്മുടെ എല്ലാം ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ അല്ലാഹുവിന് സമർപ്പിച്ചു എന്ന് പച്ചക്കള്ളം നിസ്കാരത്തിൽ പറയുന്നവരായിക്കൂടാ. അല്ലാഹുവിന് സമർപ്പിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മാറും കാണിച്ചിട്ട് തലമുടിയും കാണിച്ചിട്ട് അങ്ങാടിയിലൂടെ വിലസിയിട്ട് പോരാ, കല്യാണ വീടുകളിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നിട്ട് ഒരുമിച്ച് പാടിയിട്ട് കൂത്താടിയിട്ട് ഒരുമിച്ച് നീങ്ങിയിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും അല്ലാഹുക്ക് സമർപ്പിച്ചുവെന്ന് നിസ്കാരത്തിൽ പറയുന്ന നമുക്ക് അനുയോജ്യമല്ല കേട്ടോ. നമുക്ക് തുടരാൻ ഹബീബായ നബി തങ്ങളുടെ താടിയില്ലേ, അവിടുത്തെ മുടിയില്ലേ, അവിടുത്തെ തലപ്പാവില്ലേ, അവിടുത്തെ വസ്ത്രധാരണയില്ലേ, ആയിഷ ബീവിയുടെ വസ്ത്രധാരണയില്ലേ? ഉമ്മമാരെ, ഞാൻ ഖബർ സിയാറത്തിന് പോകുന്ന സമയത്ത് അതാ എന്റെ ബാപ്പ അതാ സിദ്ദീഖുൽ അക്ബർ തങ്ങളും എന്റെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖബറിലുള്ള സമയത്ത് സിയാറത്തിന് പോകുമ്പോൾ ഞാൻ എന്റെ തലമറച്ചോ എന്ന് ശ്രദ്ധിക്കാറില്ല. കാരണം ഖബറിലുള്ള ഒന്ന് എന്റെ ബാപ്പയല്ലേ, എന്റെ തലമുടി കാണാമല്ലോ, ഒന്ന് ഭർത്താവല്ലേ കാണാമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബിനെ മറവ് ചെയ്തതിന് ശേഷം ഞാൻ പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഖബറിങ്കിലേക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാന്മാരെ ഖബറിങ്കിലേക്ക് പോകുന്ന, മഹാന്മാരെ സദസ്സിലേക്ക് പോകുന്ന, മഹാന്മാരുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഉമ്മമാരെ ഓർമ്മിക്കണേ.